എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LG സ്പ്ലിറ്റ് AC നോൺ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC PCB ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം CH10 എന്നുള്ള ഒരു എററുമായിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ CH10 എന്നുള്ളത് ഇതിൻ്റെ ഫാൻ മോട്ടർ എററാണ്. ഫാൻ മോട്ടർ വർക്ക് ചെയ്യാതിരിക്കുകയോ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എറർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫാൻ മോട്ടറൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് DC ഫാൻ മോട്ടറാണ്. ഇപ്പോൾ DC ഫാൻ മോട്ടറിന് 5 വയർ ഉണ്ടാവും. ഈ 5 വയർ ഇതിൻ്റെ പ്ലഗിലായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു AC തന്നെ ഫാൻ മോട്ടർ തന്നെയാണ് ഞാനിതിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫാൻ മോട്ടറല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന LG ഫാൻ മോട്ടർ. ആദ്യം നമുക്ക് ഈ ഒരു മോട്ടർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടാമതുള്ള എൻ്റെ മോട്ടർ വെച്ചും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് പവർ കൊടുക്കുകയാണ്. ഞാൻ പവറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മോട്ടറിൻ്റെ കണക്ഷൻ, ഡിസ്പ്ലേ, സ്വിച്ച് എല്ലാത്തിൻ്റെയും കണക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യണം. പവർ ഓൺ ആയി ഒരു ബീപ്പ് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എറർ വരുന്നത് വരെ നോക്കാം. ഇപ്പോഴും ഈ ഒരു ഫാൻ മോട്ടർ വർക്കിംഗ് അല്ല. ചെറിയൊരു പിടുത്തം പോലെയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് CH10 എന്നുള്ള ഒരു എറർ വന്നിട്ടുണ്ട്. ഞാൻ പവർ ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കാര്യങ്ങളെല്ലാം റിലീസാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനാവശ്യം നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കി ഇടുക. ഈ കാണുന്ന ഈ ഒരു 5 കണക്ഷനാണ് നമ്മൾ മോട്ടറിലോട്ട് പോകുന്നത്. ആദ്യത്തെ കണക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്, ഹൈ വോൾട്ടേജ് പോസിറ്റീവ് സപ്ലൈ 320 വോൾട്ട്. രണ്ടാമത് വരുന്നത് നെഗറ്റീവ് ഗ്രൗണ്ട് സപ്ലൈ. മൂന്നാമത് വരുന്നത് അതിനകത്തുള്ള IPM വർക്ക് ചെയ്യാനുള്ള 15 വോൾട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫീഡ്ബാക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ കൺട്രോളർ, ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കണക്ഷൻ, അതിന് VS എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പവർ ഓൺ ചെയ്തതിന് ശേഷം ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെ നമുക്ക് 300 വോൾട്ട് വരെ വരുന്നുണ്ട്. 309. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ആ ഒരു ലെഗിൽ നമുക്ക് 306 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 315 വോൾട്ട് 317 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് 313 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എറർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യാനുള്ള 15 വോൾട്ട്, ഇവിടെ 13 സംതിങ് വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഒരു എറർ ഒന്ന് മാറ്റണം. ഒന്നും കൂടെ എറർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 13.62 വോൾട്ട് ഉണ്ട്. ഫീഡ്ബാക്കിൽ 14 വോൾട്ട്. അത് ഫീഡ്ബാക്കിൽ വോൾട്ടേജ് കൃത്യമാണെന്നുണ്ടെങ്കിൽ മോട്ടർ കറങ്ങണം. ഇവിടെ നമുക്ക് എനബിൾ, അതായത് ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ്, എനബിൾ ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ റൈസിങ് അപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് ഡ്രോപ്പായി. എറർ വന്ന ഉടനെ അത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അല്ല, ഇത് റൈസിങ് ആണെന്ന് വെച്ചാൽ സ്പീഡ് അപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 3, 4 ഇങ്ങനെ ഓരോ വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 6, 7 ഒക്കെ വോൾട്ടേജ് ആകുമ്പോഴത്തേക്ക് നല്ല ഹൈ സ്പീഡാവും. പക്ഷേ നമ്മുടെ മോട്ടർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ പവർ ഓഫ് ചെയ്തിട്ട് ഈ മോട്ടർ മാറ്റിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ കൊടുത്ത എൻ്റെ ഇവിടെ ഉപയോഗിക്കുന്ന വർക്കിംഗ് കണ്ടീഷനിലുള്ള എൻ്റെ മോട്ടർ കൊടുത്തിട്ടും ഇത് നമ്മുടെ എനബിളായിട്ട് ഇപ്പോൾ നമുക്ക് 5 വോൾട്ട് എനബിൾ വോൾട്ടേജ് വന്നിട്ടും ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ വോൾട്ടേജും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇവിടെ CH10 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വിഷ്വലി കണ്ടതിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു 300 വോൾട്ട് വരുന്നിടത്ത് ഈ ഒരു പാർട്ടിൽ മൊത്തവും ക്ലാവ് കയറിയിട്ട് ഇത് വല്ലാതെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ഒരു പ്രശ്നം ഈ ഒരു 300 വോൾട്ട് ലൈനിൽ ഹൈ വോൾട്ടേജ് ലൈനിലാണ് നമുക്കിവിടെ പ്രശ്നമായിട്ട് കാണുന്നത്. ഇവിടെ മൊത്തം ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഒരു കണക്ടർ ഇവിടെ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാം. ഈ ഒരു ഫാൻ മോട്ടറിൻ്റെ കണക്ടർ, ഈ ഒരു കണക്ടർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ ഈ ഫാൻ മോട്ടറിൻ്റെ കണക്ഷനിൽ 4 കണക്ഷനേ ഉള്ളൂ. 5ാമത്തെ ഹൈ വോൾട്ടേജ് കണക്ഷൻ ഇല്ല, അത് ദ്രവിച്ച് പോയിരിക്കുകയാണ്. ഈ ഒരു പിന്ന് ദ്രവിച്ച് ഒടിഞ്ഞു പോയി. ഇതാണ് ഈ ഒരു ഫാൻ മോട്ടർ ഇതിൽ വർക്ക് ചെയ്യാതിരുന്നുള്ള പ്രശ്നം. ദ്രവിച്ച് ആ ഹോളിനിടയിൽ തന്നെ അതിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇനി ഈ ഒരു പോർഷനിലും കുറേയൊക്കെ ദ്രവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ജമ്പർ ഇട്ടിട്ടുണ്ട്, അതിനകത്തൊരു ചെറിയ ജമ്പർ കണക്ഷനുണ്ട്. ഈ ഇരിക്കുന്നത് ഇതിൻ്റെ ലെഗും ദ്രവിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും സൈഡ് ഒന്നും കൂടെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലാവ് പിടിച്ചിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്ററും മാറിയിട്ടുണ്ട്. കാര്യം ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഇവിടെ നിന്ന് അതിൻ്റെ പോസിറ്റീവ് സൈഡിലെ ലെഗും ക്ലാവ് പിടിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ ഒരു ലെഗ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഞാനിവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബാക്കി ഇതൊരു ക്ലാവ് പിടിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ജമ്പർ വയറിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വയർ അതിൻ്റെ കണക്ടർ ആ പിന്നെടുത്ത് കളഞ്ഞിട്ട് വയർ സ്ലീവ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലോട്ട് സെറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈ വോൾട്ടേജിൻ്റെ ആ പോസിറ്റീവ് വയറും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് മോട്ടർ കൃത്യമായിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഇതിൻ്റെ കൂടെ വന്ന മോട്ടർ ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ വയറും കാര്യങ്ങളിലും ക്ലാവ് പിടിച്ച് ഉണങ്ങി ഡ്രൈ ആയി പോയതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അതെല്ലാം റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്കും ഇത് പഴയ കണ്ടീഷനിൽ വർക്കിംഗ് ആയി തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.